ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗവൺമെൻറ്റിനെതിരായി വിശേഷ CPM-നെതിരായി ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ശ്രമിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിനകത്തൊരു രാഷ്ട്രീയ താല്പര്യമില്ല. ഒന്ന്, ആ കൊലപാതകത്തിന് ഉത്തരവാദിയായ കൊലയാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. അതിൻ്റെ ഭാഗമായി ആ വിധിക്ക് ശേഷം ആ കുടുംബാംഗങ്ങളെ കാണാനും സംസാരിക്കാനും അതനുസരിച്ച് നിയമസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിലപാടും ഞങ്ങൾ സ്വീകരിച്ചു. ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി ആ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ ഏതാണ്ട് 30 മിനിറ്റോളം അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഗൗരവമായ സത്യത്തോടുകൂടി അദ്ദേഹം കേട്ടു. അവരുടെ ആഗ്രഹമനുസരിച്ച് കേസ് പുനരന്വേഷണം നടത്തുന്നതിനും അവർക്കതിന് അനുയോജ്യമായിട്ടൊരു അഡ്വക്കേറ്റിനെ വെക്കണമെന്നുള്ള അഭിപ്രായം തിരുവനന്തപുരത്ത് നിന്ന് ആ കുടുംബാംഗങ്ങൾ തിരിച്ച് വണ്ടിപ്പെരിയാറിൽ എത്തുന്നതിന് മുമ്പായി ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഇടപെടലിൻ്റെ ഭാഗമായ കാര്യത്തിൽ തീരുമാനമുണ്ടായി. അതിനെ തുടർന്നാണ് അവരുടെ കുടുംബ ബാധ്യതയെ സംബന്ധിച്ച് പറഞ്ഞു. സദ്യ ഇവിടെ സൂചിപ്പിച്ച പോലെ അന്ന് ഈ സംഭവം ഉണ്ടായി ഇവിടെ ചെല്ലുമ്പോൾ പകുതി പണി പൂർത്തിയായ ഒരു വീടാണ് കിടക്കുന്നത്. അന്ന് അതിനെ സംബന്ധിച്ച് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് എൻ്റെ മകളുടെ കൊലപാതകയ്ക്ക് ആവശ്യമായ ശിക്ഷ വാങ്ങി കൊടുത്തതിന് ശേഷം ഇനി അതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്രതീക്ഷിതമായിട്ടൊരു വിധിയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ആ കുടുംബം കുറേ കൂടെ മാനസികമായി തകരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ ആ വീടിന് ഏകദേശം 7 ലക്ഷം രൂപയുടെ ബാധ്യതയായി, പൂർത്തീകരിക്കപ്പെടാത്തൊരു വീടും ആ വീടിന് തന്നെ 7 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടാകുക എന്നുള്ളത് ആ കുടുംബത്തെ സംബന്ധിച്ച് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. അത് ഇന്നലെ റിപ്പോർട്ടർ ചാനൽ പുറത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ ആ കുടുംബത്തെ സഹായിക്കുക എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ അന്വേഷിക്കുമ്പോൾ ഏതാണ്ട് 7 ലക്ഷം രൂപ ബാങ്ക് ബാധ്യതയുണ്ട്. വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഏതാണ്ട് 4 ലക്ഷം രൂപയുടെ ആവശ്യമായി വരും. അതിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം ഇന്നലെ തന്നെ അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റി ഇടപെട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 11 ലക്ഷം രൂപയോളം സമാഹരിച്ച് നൽകിയാൽ ആ കുടുംബത്തെ പൂർണ്ണമായും അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കഴിയും. അതിനാവശ്യമായ നിലപാടാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പാർട്ടിക്കകത്തു നിന്ന് തന്നെ സംഘടിപ്പിച്ച് അവിടെ 31-ാം തീയതി ആ കുടുംബത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPM-ൻ്റെ നേതൃത്വത്തിൽ അവിടെ റാലിയും പൊതുസമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. റാലിയും പൊതുസമ്മേളനം നടത്തുന്നതിൻ്റെ കാര്യം കോൺഗ്രസും BJP-യും ഇത് രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗപ്പെടുത്തുക, CPM-നെ പ്രതിക്കൂട്ടി നിർത്താൻ ശ്രമിക്കുക. ഈ സംഭവത്തിനകത്ത് ആ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കുക എന്നുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്, മറിച്ച് സങ്കുചിതമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക. അപ്പോൾ BJP-ക്കും കോൺഗ്രസിനും എതിരായിട്ടുള്ള രാഷ്ട്രീയത്തെ രാഷ്ട്രീയം നേരിടുക, ഒരു സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ടൊരു കുടുംബത്തിന് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തി അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്ന സമീപനമാണ് CPM-നുള്ളത്. അതുകൊണ്ട് 11-ാം തീയതി ആ യോഗത്തിൽ മുഖ്യ സഹാബ് ഗോവിന്ദമാഷ് എത്തുന്ന സന്ദർഭത്തിൽ തന്നെ ഇതിനാവശ്യമായ സംരക്ഷണം കൊടുക്കും, അത് ഏറ്റെടുക്കും. ഇനി ആ കുടുംബം ഒരിക്കലും ഒരു നിരാശയുടെ അന്തരീക്ഷത്തിലേക്ക് പോകാതെ അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നിലപാട് CPM സ്വീകരിക്കും. CPM പൂർണ്ണമായും ഈ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ബാധ്യത ഏറ്റെടുക്കുകയാണല്ലേ? തീർച്ചയായും. കാരണം വണ്ടിപ്പെരിയാർ ആ പെൺകുട്ടിയുടെ അതിദാരുണമായ കൊലപാതകവും അതിനുശേഷം ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധിയും സാമൂഹിക നീതി കേരളീയ സമൂഹത്തെ ഞെട്ടലോട് കൂടി മാത്രമാണ് കേട്ടിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് ആ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ മകളുടെ അവർക്ക് ആ വീട് പൂർത്തീകരിച്ച് അവിടെ മകളോടൊപ്പം താമസിക്കുക എന്നാണ് മാതാപിതാക്കന്മാർ ആഗ്രഹിച്ചത്. എന്നാൽ ആ പെൺകുട്ടി നഷ്ടപ്പെടുകയും തങ്ങളുടെ മകൾ നഷ്ടപ്പെടുകയും തുടർന്ന് ആ കേസിൻ്റെ ഭാഗമായി തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നൊരു അന്തരീക്ഷത്തിലേക്ക് എത്തി. ഈ വിഷയത്തെ രാഷ്ട്രീയമായി കാണാനാണ് കോൺഗ്രസും BJP ശ്രമിച്ചത്, രാഷ്ട്രീയമാക്കി ഗവൺമെൻറ്റിനെതിരെ വീട്ടു. ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചില്ല. ഒന്ന്, ആ കുട്ടി ആ കുടുംബത്തിനും ആ കുട്ടിയുടെ മാതാപിതാക്കന്മാർക്കും നീതി ഉറപ്പുവരുത്തണം. 2, അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കണം. അത് ഞങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ അവർക്ക് ഇപ്പോൾ 7 ലക്ഷം രൂപയോളം ബാങ്ക് ബാധ്യത വന്നു, ജപ്തി നടപടിയിലേക്ക് വരുന്നു. വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കുകയും ബാങ്ക് ബാധ്യത പൂർണ്ണമായി തീർക്കുക എന്നതാണ് CPM സ്വീകരിച്ചുള്ള നിലപാട്. അതിനാവശ്യമായ പണം ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നും സമാഹരിച്ച്
31-ാം തീയതി ആ കുടുംബത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന ഐക്യദാർഢ്യ റാലി അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഗോവിന്ദൻ മാസ്റ്റർ ആ വീട്ടിൽ പോവും, കുടുംബാംഗങ്ങളെ കാണും. അതിനോടൊപ്പം തന്നെ അവരുടെ ബാധ്യത പൂർണ്ണമായും ഏറ്റെടുത്ത് പൂർണ്ണമായും ബാധ്യത തീർത്ത് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള നിലപാട് CPM സ്വീകരിക്കും. ഈ ജില്ലയിലാകെ ഈ വന്യജീവി ആക്രമണം രൂക്ഷമാവുകയാണ്, പ്രത്യേകിച്ച് ഈ മാങ്കുളം ചിന്നക്കനാലടക്കമുള്ള പ്രദേശങ്ങളിൽ. വനം വകുപ്പ് കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല. വനം വകുപ്പ് കാര്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കുറേ കൂടെ ജാഗ്രതയോടുകൂടി പെരുമാറണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവരെ നിസ്സംഗതയോടുകൂടി നിൽക്കുകയാണ്. വന്യജീവി ആക്രമണം ഇവിടെ അരിക്കൊമ്പൻ വിഷയം ഉണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട വനം മന്ത്രി ഉൾപ്പെടെ വന്ന് സർവകക്ഷി യോഗം എടുത്ത കുറേ പ്രായോഗികമായ തീരുമാനമുണ്ട്. പക്ഷേ ആ പ്രായോഗിക തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് തുടർന്നൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമാണ് ഇവരെ പ്രത്യേകമായ ദ്രുതകർമ്മ സേന ഇവിടെ ഇടാമെന്ന് പറഞ്ഞു. അതിനാവശ്യമായ ഇത്തരം മേഖലകളിൽ പ്രത്യേകമായ പെട്രോളിംഗ് സംവിധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അത്തരം കാര്യം ചെയ്യുന്നതിന് വേണ്ടി വനം വകുപ്പ് യാതൊരു നടപടി സ്വീകരിച്ചില്ല. ശക്തമായ പ്രതിഷേധാർഹമായ സമീപനമാണ്. അവരെ ഒരുമാതിരി കാഴ്ചക്കാരെ പോലെ നിൽക്കുകയാണ്. പച്ച മനുഷ്യനെ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അങ്ങേയറ്റം നിസ്സംഗതയുള്ള നിലപാട് സ്വീകരിക്കുക. ഇന്നലെ മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗൗരവമായി സമീപനം സ്വീകരിച്ചില്ല എങ്കിൽ ഞങ്ങൾ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. അത് ചെയ്യുമ്പോൾ തന്നെ അതിന് മറ്റൊരു പ്രശ്നമുള്ളത്, നമുക്കറിയാം വന്യജീവി സംരക്ഷണ നിയമം, ആ നിയമത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇത്തരം ചില നിലപാടുകൾക്ക് ഗവൺമെൻറ്റിന് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ നിയമം ജനങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കണ്ടേ? അതുകൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അങ്ങേയറ്റം ധിക്കാരപൂർവ്വമായ സമീപനമുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടെ പോയി ഭൂമി ഏറ്റെടുക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥനും വല്ല താല്പര്യം ഉണ്ടായിരുന്നല്ലോ. അവിടെ വന്യജീവി ആക്രമണത്തിൻ്റെ ഭാഗമായി ആന ചവിട്ടിക്കൊന്ന് ഇപ്പോൾ 52, ഇപ്പോൾ എത്ര 52 45 പേര് ഇപ്പോൾ കൊല ആന ആക്രമണത്തിന് മാത്രമേ കൊലപ്പെട്ടിരിക്കുക. ആ ജനങ്ങളെ സഹായിക്കാനല്ല വനം വകുപ്പിന് താല്പര്യം. വനം വകുപ്പിൻ്റെ താല്പര്യം എന്താ? വനം വകുപ്പിൻ്റെ താല്പര്യം ഈ സമയത്ത് അവിടെ പോയി ഭൂമി ഏറ്റെടുക്കാനാണ്. വളരെ ശക്തമായ നിലപാടെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് വനം വകുപ്പ് കൃത്യമായി അവിടെ മനുഷ്യനെ കൊല്ലുകയും അവിടെ മനുഷ്യൻ്റെ ജീവിതം തകർക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് ജനം പൂർണ്ണമായി ഒഴിവാക്കപ്പെടണമെന്ന വലിയ ഗൂഢാലോചന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ വനം വകുപ്പിൻ്റെ പിന്നിൽ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗമായി നിസ്സംഗതി എന്ന് പറഞ്ഞാൽ ആനയെ വെട്ടിക്കൊല്ലുകയാണെങ്കിൽ പിന്നെ ജീവിക്കണ്ടല്ലോ. അപ്പോൾ ആളുകൾ സ്വയം ഒഴിഞ്ഞു പോകട്ടെ എന്ന നിലപാടുണ്ട്. അതൊന്നും ഞങ്ങൾ അനുവദിക്കുകയില്ല. അവിടെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രതികരണം നടത്തും. അവിടെ ആളുകൾക്ക് സുരക്ഷിതമായ ജീവൻ ഉണ്ടാക്കണമെന്ന് വേണ്ട നിലപാടെടുക്കണം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്ഥലം സന്ദർശിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥലം സന്ദർശിക്കണം, അവിടെ വരണം, അവിടെ വന്ന് ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ നിലപാടെടുക്കണമെന്ന് തന്നെയാണ് CPM-ൻ്റെ അഭിപ്രായം.